എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ ഗാന്ധി പാർക്കിലെ ഗാന്ധി പ്രതിമയുടെ മുന്നിലാണുള്ളത്. വളരെ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ പ്രേക്ഷകരുമായിട്ട് അതിലൂടെ സംവദിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്നലെ നമ്മളെ വിട്ടുപിരിഞ്ഞ EAG എന്ന് പറയുന്ന EA ഗംഗാധരൻ എന്ന് പറയുന്ന അതുല്യ നാടക നടൻ, അതുപോലെ തന്നെ ശക്തമായിട്ട് തന്റെ അഭിപ്രായങ്ങൾ തുറന്ന് ആരുടെ മുഖം നോക്കാതെ പറയുന്ന ഒരാൾ ഇന്നലെ മരിച്ച ഒരു പശ്ചാത്തലമുണ്ട്. ഇങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ കലാപരമായും അതുപോലെ തന്നെ മറ്റെല്ലാ തലത്തിലും സക്രിയമായി ഇടപെടുന്ന ആളുകൾ മരിച്ചുപോയാൽ അവരെ കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പലപ്പോഴും നമ്മൾക്ക് സാധിക്കാറില്ല. അവർക്കൊരു ട്രൈബ്യൂട്ട് എന്നുള്ള രീതിയിൽ അവരെ അനുസ്മരിക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറാവുന്നില്ല എന്ന വലിയൊരു സങ്കടം പച്ചവെളിച്ചത്തെ പലപ്പോഴും അലട്ടാറുണ്ട്. അതുകൊണ്ട് ഒരു വരി കോളത്തില്, ചരമക്കോളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിലെ ഒരു ചെറിയ വാർത്തയിൽ ഒതുങ്ങേണ്ടവരല്ല ഈ നാടക പ്രവർത്തകര്. അവരുടെ സേവനങ്ങൾ അത്രത്തോളം ഗംഭീരമായിരുന്നു എന്ന ഒരു ബോധ്യത്തിൽ തന്നെയാണ് പച്ചവെളിച്ചം. പിന്നെ EAGയുടെ കൂടെ നാടക കളരിയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച നാടക പ്രവർത്തകരെ ഗാന്ധി പാർക്കിൽ പച്ചവെളിച്ച അവരോട് സ്നേഹത്തോട് ആവശ്യപ്പെട്ട സമയത്ത് ആ നാടക പ്രവർത്തകർ EAG അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്ന ഗാന്ധിജിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ നാടക പ്രവർത്തകർ ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ EAGയുടെ കൂടെ നാടകത്തട്ടിൽ വിലസിയിട്ടുള്ള ജ്വലിച്ചു നിന്ന ഉന്നതരായ നാടക പ്രവർത്തകരാണ്, അഭിനേതാക്കളാണ്. അവരെങ്ങനെയാണ് EAGയെ ഓർത്തെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം KC കൃഷ്ണൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സിനിമാ നടനൊക്കെയാണ്, ഒരു പ്രധാനപ്പെട്ട നമ്മളൊക്കെ അഭിമാനത്തോടു കൂടി കാണുന്ന ഒരു നാടക പ്രവർത്തകനാണ് KC കൃഷ്ണൻ. എന്താണ് KCക്ക് പറയാനുള്ളത്? അല്ല, നിങ്ങൾക്ക് പറഞ്ഞോ, നമുക്ക് ലൈവാണിത്. എങ്ങനെയാണ് EAG ഓർത്തെടുക്കുന്നത്? EAG ഞാൻ ഓർത്തെടുക്കുന്നത് ടെമ്പിൾ ബ്രദേഴ്സിലൂടെയാണ്. ടെമ്പിൾ ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ EAG എന്ന രീതിയിലാണ്. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ ചില അനുഭവങ്ങളുണ്ട്. വളരെ മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നമ്മളൊരു തെരുവ് നാടകം അവതരിപ്പിച്ചിരുന്നു. കുറേ നാടകങ്ങളുണ്ട്. ആദ്യമായി നമ്മളൊരു അവതരിപ്പിച്ചൊരു നാടകം, അത് ഇന്നത്തെ ഗദ്ദിക ദിനപത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന ശ്രീ VK രവീന്ദ്രൻ എഴുതിയ കൊതുകുകൾ എന്ന നാടകമാണ്. അതിൽ ഞാനും എൻ്റെ മാന്യ സുഹൃത്ത് ശ്രീ KP കൃഷ്ണനും EAGയുമാണ് മുഖ്യമായി അഭിനയിച്ചത്. അതിൽ EAG തൻ്റെ രാഷ്ട്രീയ നിലപാട് മാറ്റിവെച്ചുകൊണ്ട് നമ്മളെപ്പോഴും സഹകരിക്കുകയും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ നാടകത്തിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തത് അത് ഒരു ഓർമ്മയായിട്ട് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അതുപോലെ തന്നെ 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരു അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. ആ അനൗൺസ്മെന്റിന്റെ ശൈലി ചിട്ടപ്പെടുത്തിയത് എൻ്റെ മാന്യ സുഹൃത്ത് ശ്രീ KP കൃഷ്ണനായിരുന്നു. ആ അനൗൺസ്മെന്റ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിന് ബദലായി EAG UDFന് വേണ്ടി ഒരു അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. അതും ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഐക്യപ്പെട്ട് നിൽക്കുമ്പോഴും രാഷ്ട്രീയമായി രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് ഞങ്ങൾ പോരാടാറുണ്ടായിരുന്നു. അങ്ങനെ 1979 ഉദയസംക്രാന്തി വന്നത്. ഉദയസംക്രാന്തി എന്ന നാടകത്തിലെ അദ്ദേഹത്തിൻ്റെ സജീവമായ അഭിനയ ചാതുര്യം എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ഉദയസംക്രാന്തി എന്ന നാടകം ശരവണഭവ നാട്യസദനമാണ് ആദ്യമായി രംഗത്ത് അവതരിപ്പിക്കുന്നത്. ആദ്യം ആ നാടകത്തിൽ അഭിനയിക്കുന്നത് ഞാനും ശ്രീ KP, ശ്രീ മുരളീദാസ്, ശരവണഭവയുടെ സാരഥിയായ ശ്രീ NK ഭാസ്കരനുമാണ്. പിന്നീട് ആ നാടകം പല വേദികളിൽ പല ആളുകൾ പല കലാസമിതികൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടു. അതിലെല്ലാം തന്നെ ശ്രീ EAG ആയിരുന്നു മുഖ്യമായ വേഷം ചെയ്തിരുന്നത്. അദ്ദേഹം സ്റ്റേജിൽ നിന്ന് സെൻട്രൽ ഭാഗത്തെ കൂടെയാണ് സ്റ്റേജിലേക്ക് വരുന്നത്. അധികാരി എന്ന രീതിയിൽ ഒരു രാജാധികാരത്തിൻ്റെ എല്ലാവിധ പ്രൗഢിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭാവചലനങ്ങളും ശരീര ഭാവങ്ങളും എല്ലാം തന്നെ എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്.
അങ്ങനെ എല്ലാ രീതിയിലും അത്തരം ഒരു കഴിവ്, അഭിനയ പ്രതിഭ ആ രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു നടനായിരുന്നു ശ്രീ EA. ഓക്കെ, ഞാനൊന്ന് മറ്റുള്ളവരുടെ ഒന്ന് പോയിട്ട് വരാം. എന്താണ് KP കൃഷ്ണേട്ടൻ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? രാജീവിന് ആദ്യം ആമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. മരണപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതം തിരഞ്ഞു നോക്കിയാൽ അതിലൊരു സന്ദേശം കാണും. അത് നല്ലതാവാം, ചീത്തയാവാം, എങ്കിലും അതൊരു സന്ദേശം കാണും. EAയുടെ ജീവിതം ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ്റെ, കളങ്കം ഒട്ടും ലേശാത്ത ഒരു നാടകക്കാരൻ്റെ ഒരു ജീവിതമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ശൈലികളും വ്യത്യസ്തമായിട്ടുള്ള ചിന്താധാരകളും ഉൾക്കൊള്ളുന്നതും ആർക്കും പെട്ടെന്ന് പിടികൊടുക്കാത്തതുമായ ഒരു ജീവിത ശൈലിയായിരുന്നു EAജിയുടേത്. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ കേസ് പറഞ്ഞത്. കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായ EAജിക്ക് LDFിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് നാടകത്തിൽ കോൺഗ്രസിനെതിരായി ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലെ ദ്വന്ദ്വം ആണ് ചിത്രീകരിക്കുന്നത്. രാഷ്ട്രീയത്തിലും വ്യക്തിജീവിതത്തിലും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലി പിന്തുടർന്ന ആളാണ് ഗംഗാധരൻ. ഒരു മനുഷ്യൻ്റെ ജീവിതം നാം വിലയിരുത്തുമ്പോൾ അത് ജീവിതം പരാജയമാണോ വിജയമാണോ എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അവർ ജീവിച്ചതാണ് അവരുടെ ജീവിതം. അവരുടെ ജീവിതത്തിലെ നേട്ടവും കോട്ടവും എല്ലാം അവരുടേത് മാത്രമാണ്. ഒരു നാടകക്കാരൻ എന്ന നിലയിൽ EAജിയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ നല്ല ശരീരവും നല്ല ശബ്ദവുമുള്ള ഒരു നല്ല നടനായിരുന്നു EAജി. നാടകത്തിൻ്റെ മേഖലകളിൽ എത്തിപ്പെടാവുന്ന അങ്ങേയറ്റത്തേക്ക് EAജിക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. അതായത് അദ്ദേഹത്തിന് മാർഗം, എയിം എന്നുള്ളത് നാടകത്തിൽ ഉന്നതനായി തീരുക എന്നൊരു എയിം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അവിടത്തേക്ക് എത്തിച്ചേരാൻ പറ്റാതിരുന്നത്. അദ്ദേഹത്തെക്കാൾ കുറഞ്ഞ ശബ്ദവും അഭിനയശേഷിയൊക്കെയുള്ള ഒരുപാട് ആളുകൾ പ്രൊഫഷണൽ നാടകങ്ങളിൽ വിലസിയിട്ടുണ്ട്, അവാർഡുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ EAജിക്ക് അത് സാധിക്കാതിരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള എയിം ഇല്ലായ്മ മൂലം കൊണ്ടാണ്. മറ്റൊരു കാര്യം, എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു സഹൃദയനായിരുന്നു EAജി. അദ്ദേഹം വളരെ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകരാണ്. എങ്കിലും രാഷ്ട്രീയത്തിൽ അദ്ദേഹം എവിടെയും എത്തിച്ചേർന്നില്ല. അദ്ദേഹം നമ്മുടെ പയ്യന്നൂർ പെരുമാളിൻ്റെ കഠിനമായൊരു ഭക്തനായിരുന്നു. ഭക്തിയുടെ പേരിൽ നടക്കുന്ന നെറികേടിനെതിരായി ഏറ്റവും അധികം ശബ്ദിക്കുന്ന മനുഷ്യന്മാരിൽ ഒരാളായിരുന്നു EAജി. അങ്ങനെ വേറെ ആളുകളുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ സ്വന്തം ആളാവാനും പറ്റിയില്ല, ജനങ്ങളുടെ സ്വന്തം ആളാകാനും പറ്റിയില്ല എന്നുള്ള ഒരു വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയുണ്ടായി. അതിനുള്ള കാരണം മുഖത്തടിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സംസാരവും ആരെയും വകവെക്കാത്ത എന്തിനേയും മറികടക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യവും ആണ് അതിന് പ്രധാന ഘടകമായത് എന്ന് നമുക്കറിയാൻ കഴിയും. ഞാൻ EAജിയെ ഓർത്തെടുക്കുന്നത് നാടകരംഗത്തെ പ്രവർത്തനത്തിലൂടെ മാത്രമല്ല, നിരന്തരമായി കണ്ടുവരുന്ന ഒരാളാണ് EAജി. പയ്യന്നൂർ നഗരത്തിൽ ഒരു സൈക്കിളുമായി സ്ഥിരമായി കച്ചവട സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങി സാധനങ്ങളുടെ ഓർഡർ എടുത്ത് മംഗലാപുരത്ത് നിന്ന് ഇറക്കി കൊടുക്കുന്ന ഒരു ഉപജീവനമാർഗം ആയി സ്വീകരിച്ച ഒരു നാടക നടനാണ് EAജി. പയ്യന്നൂരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ മംഗലാപുരത്ത് സാധനം ഇറക്കുന്ന ഒരുപാട് ആൾക്കാർ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട്. സ്ഥാനമെന്ന് ഉദ്ദേശിച്ചത് അവർ മണിമാളികകൾ സ്ഥാപിച്ചിട്ടുണ്ട്, കാറുകളിൽ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലും ഒരു ആദ്യഘട്ടത്തിൽ തന്നെ മംഗലാപുരത്ത് പോയി തുടങ്ങിയ EAജി ആ കച്ചവടത്തിലും വിജയിച്ചില്ല എന്നുള്ളത് ഒരു വിരോധാഭാസമായി നമുക്ക് തോന്നാം. എങ്കിലും ഒരു നാടക പ്രവർത്തകൻ എന്ന നിലയിൽ EAജിയുടെ സംഭാവനകൾ ഒരുപാടുണ്ട്. ഒരുപാട് നാടകങ്ങളിൽ EAജിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും 41 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അവതരിപ്പിച്ച TP ഭാസ്കർ പൊതുവാളുടെ ഉദയസംക്രാന്തി എന്ന നാടകത്തിൽ KC കൃഷ്ണനും മുരളീദാസനും EAജിക്കും ഒപ്പം ഞാനും അഭിനയിക്കേണ്ടതായി ഒരുപാട് അവാർഡുകൾ നേടിയ, ഒരുപാട് പ്രശംസകൾ പിടിച്ചുപറ്റിയ ഒരു നാടകമായിരുന്നു അത് 40 വർഷത്തിന് ശേഷം ഇപ്പുറം 2018 വീണ്ടും അതേ നടന്മാരെ വെച്ച് ആ നാടകം പുനർനിർമ്മിച്ചപ്പോൾ അതിലും ഈ 4 പേരും നേരത്തെ ഉണ്ടായതിനേക്കാൾ വളരെ നന്നായ ഒരു പ്രകടനം കാഴ്ചവെച്ചു എന്ന് ജനങ്ങൾ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നാടക പാരമ്പര്യം ഉള്ള ഒരു വ്യക്തിയാണ് EAജി.
EAG-യെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ രാജ്യവും പറയുന്നതനുസരിച്ച് സംസാരിക്കാൻ പറ്റും. ആയിക്കോട്ടെ. എന്താ മുരളിയേട്ടൻ പിന്നെ EAG കൂടെ MT എന്നൂര് ഒരു സംവിധായകനാണ്, അദ്ദേഹത്തോട് വേറെ ചോദിക്കാനാണ് എനിക്ക്. നിങ്ങൾ ഒന്നിച്ചിട്ട് വളരെ എപ്പോഴും പിന്നെ നിങ്ങൾ ബോംബെ ഹോട്ടലൊക്കെ നിങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന രാത്രി സന്ധ്യക്ക് ബോംബെ ഹോട്ടലിൽ വന്ന് ചായ കുടിക്കുന്ന EAG, മുരളീദാസ്, MT എന്നൂര്, അവിടെ KC ഉണ്ടാവും, എപ്പോഴെങ്കിലും ചിലപ്പോൾ KP കൃഷ്ണേട്ടൻ ഉണ്ടാവും, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാര് നാടകത്തിലൂടെ നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഉഴുതുമറിച്ച ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ. അതിലൊരാളാണ് നമ്മൾ വിട്ടുപിരിഞ്ഞിട്ടുള്ള EAG. ആ EAG എങ്ങനെയാണ് മുരളിയേട്ടൻ ഓർത്തെടുക്കുന്നത്? EAG-യെ കുറിച്ച് ഓർക്കുമ്പോൾ EAG ഞങ്ങളുടെ ഒരു നല്ല സഹപ്രവർത്തകനായിരുന്നു. ഒരു സഹപ്രവർത്തകൻ എന്നതിലുപരി ഒരു നാടക സഹോദരൻ എന്ന് പറയാനാണ് ഞങ്ങൾക്കൊക്കെ താല്പര്യം. കാരണം നാടകത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാ ജീവിതത്തിലെ നാനാ തുറകളിലും ഞങ്ങളോടൊപ്പം ഒരു സഹോദരനെ പോലെ ഞങ്ങളെ കൊണ്ടു നടന്നിട്ടുള്ള ഒരാളാണ് EAG. EAG-യുടെ നാടക പ്രവർത്തനം എന്ന് പറയുന്നത് പ്രധാനമായും KC കൃഷ്ണേട്ടൻ സൂചിപ്പിച്ചതുപോലെ ടെമ്പിൾ ബ്രദേഴ്സിലാണ് തുടക്കം. ടെമ്പിൾ ബ്രദേഴ്സിൻ്റെ നെന്മണികൾ, PAM ഹനീഫ എഴുതിയ നെന്മണികൾ TP ഭാസ്കര പൊതുവാളായിരുന്നു ആദ്യമായി ടെമ്പിൾ ബ്രദേഴ്സിന് വേണ്ടി സംവിധാനം ചെയ്തിരുന്നത്. അതുവരെയുള്ള നാടക സങ്കല്പങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് അതിൻ്റെ രചനയും സംവിധാനവും ഒക്കെ. അതുപോലെ തന്നെയായിരുന്നു എല്ലാ അഭിനേതാക്കളും. അതിൽ പ്രധാന വേഷമായ അധികാരി ചെയ്തത് EAG-യാണ്. ശരിക്കും അനായാസമായി വളരെ മനോഹരമായി ജനങ്ങളിലേക്ക് ആ നാടകം എത്തിക്കുന്നതിൽ EAG-യുടെ കഴിവ് ഉപയോഗപ്പെടുത്തിയത് ഭാസ്കര മാഷ്. ആ അധികാരിയെ ഓർത്തിട്ടാണ് പിന്നെ ഭാസ്കര മാഷ് ഉദയസംക്രാന്തി എഴുതിയപ്പോൾ അതിലുള്ള അധികാരിയെ ചെയ്യാൻ ഞങ്ങളെല്ലാവരും EAG-യെ സമീപിക്കുന്നു. ആ നാടകം കേരളത്തിനകത്തും പുറത്തും ഒരുപാട് വേദികളിൽ കളിച്ചു. ഒരുപക്ഷെ ഉദയസംക്രാന്തി പോലെ അത്രയധികം സ്റ്റേജിൽ അവതരിപ്പിച്ച ഒരു ലഘുനാടകം വേറെ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നാടകമായിരുന്നു അത്. ഒരുപാട് മത്സരവേദികളിൽ കേരളത്തിനകത്തും പുറത്തും ആ നാടകം ഞങ്ങൾ അവതരിപ്പിച്ചു. ഇപ്പോൾ നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ 42 വർഷം പിന്നിട്ടപ്പോഴും അതേ നാടകം ഞങ്ങളെക്കൊണ്ട് തന്നെ വീണ്ടും അവതരിപ്പിക്കണമെന്ന് ഭാസ്കര മാഷ് തീരുമാനിക്കുകയും ഞങ്ങൾ 4 പേരും KC കൃഷ്ണേട്ടൻ, KP കൃഷ്ണേട്ടൻ, ഞാൻ, EAG ഈ 4 പേരും കൂടി ചെറിയ ദിവസങ്ങൾ മാത്രം എടുത്തുകൊണ്ട്, കാരണം ആ നാടകം ഞങ്ങളുടെ മനസ്സിൽ നിന്ന് എവിടെയും പോയിട്ടില്ല. മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കൂട്ടാക്കാത്ത കഥാപാത്രങ്ങളാണ് അതിലെ കഥാപാത്രങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ 4 പേരും വീണ്ടും വളരെ ചെറിയ സമയം കൊണ്ട് നല്ല രീതിയിൽ അത് പാകപ്പെടുത്തുകയും നിറഞ്ഞ സദസ്സിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു. EAG-യുടെ മറ്റൊരു പ്രധാനപ്പെട്ട വേഷം എന്ന് പറയുന്നത് MT എന്നൂരിൻ്റെ ശിക്ഷണത്തിൽ ഡ്രമാറ്റിക് അവതരിപ്പിച്ച രാഗം ശുഭബന്ധുരള്ളിയായിരുന്നു. അതിലെ ആനക്കാരൻ ഒരു യൂണിറ്റ് മാത്രമാണ് അതിൽ EAG-ക്ക് ചെയ്യാനുണ്ടായിരുന്നത്. പക്ഷേ ആ നാടകം കണ്ടു കഴിഞ്ഞാൽ അതിലെ ആനക്കാരനെ ഒരു പ്രേക്ഷകനും മറക്കില്ല. EAG-യുടെ വലിയ ആ നാടകം ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ചു. പക്ഷേ ഗ്രാമത്തിൽ ആ നാടകം ഒന്ന് അവതരിപ്പിക്കണം എന്നുള്ളത് EAG-യുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ വിശ്വരൂപവും താളവട്ടവും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു നാടകോത്സവമായി 3 ദിവസം തുടർച്ചയായി അത് അവതരിപ്പിക്കാൻ ഞങ്ങൾ ആലോചിച്ചതാണ്. പക്ഷെ എല്ലാവരും തിരക്കുള്ളവരായി. ഞങ്ങളെപ്പോലുള്ള വളരെ അപൂർവം ആളുകൾ മാത്രമാണ് തിരക്കില്ലാത്തവർ. മറ്റെല്ലാവരും തിരക്ക് പിടിച്ചവരായി. ആ തിരക്കിനിടയിൽ അത് തരപ്പെടാതെ EAG-യെക്കുറിച്ച് ഓർക്കുമ്പോൾ വേദനയോടെ അല്ലാതെ ഇപ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല. കാരണം അങ്ങനെയുള്ളൊരു ഹൃദയബന്ധമാണ് EAG-യുമായിട്ട് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും 2 നേരം, രാവിലെയും വൈകുന്നേരവും ഞങ്ങളൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ പുറത്ത് നല്ല മഴയായിരിക്കും.
ഞാനും MT യും EAG ഒക്കെ ആ ബോംബെ ഹോട്ടലിൻ്റെ പരിസരത്തെ ബിൽഡിങ്ങിന് ചാരി നിന്ന് പല പല കാര്യങ്ങളും അയവിറക്കി സംസാരിക്കും. അതൊരു പരമാനന്ദമായിരുന്നു. കാരണം പണ്ടേയുള്ള കുട്ടിക്കാലം തൊട്ടേയുള്ള ബന്ധങ്ങളല്ലേ. പഴയ പല കാര്യങ്ങളൊക്കെ ഓർത്ത് പരസ്പരം ചിരിക്കും, ചിലപ്പോൾ കരയും. അങ്ങനെയുള്ള EAG ആണ് നമുക്ക് നഷ്ടപ്പെട്ടത്. എങ്കിലും EAG മരിക്കുന്നില്ല. EAGയുടെ കഥാപാത്രങ്ങളിലൂടെ EAG ജീവിച്ചുകൊണ്ടേയിരിക്കും. ഞാനൊന്ന് MT പിന്നെ നമ്മുടെ ഇതിൽ സംവിധായകനാണ്. MTയുടെ സംവിധാനത്തിൽ EAG പിന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ MTക്ക് ഇപ്പം മൂന്ന് നമ്മുടെ പയ്യന്നൂരത്തെ നാടക പാരമ്പര്യത്തിലെ 3 പ്രധാനികളായ ആൾക്കാരോട് സംസാരിച്ചു. മരിച്ചുപോയ വളരെ പ്രധാനപ്പെട്ട ഒരാളെ അനുസ്മരിച്ചു കഴിഞ്ഞു. MT അന്നൂർ എന്ന് പറയുന്ന അതുല്യ കലാകാരന് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് EAGയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാടക അനുഭവങ്ങൾ, വ്യക്തി അനുഭവങ്ങൾ? EAG എന്ന് പറയുന്ന കലാകാരൻ വളരെ ചെറുപ്പത്തിൽ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു പുരുഷനായതിനു ശേഷം അല്ലെങ്കിൽ വളർന്നതിന് ശേഷം ആദ്യമായിട്ട് അഭിനയിക്കുന്നത് പയ്യന്നൂർ ടെമ്പിൾ ബ്രദേഴ്സിൻ്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് ഞാൻ സംവിധാനം ചെയ്ത അഗ്നിരേഖ എന്ന നാടകത്തിലാണ് EAG ഒരു വലിയ കഥാപാത്രം, അതായത് ആ നാടകത്തിൽ വില്ലനായിട്ട് EAG അഭിനയിക്കുന്നത്. അപ്പോൾ തന്നെ EAGയുടെ ശബ്ദഗാംഭീര്യം, ആളായ്മ ഇത് അന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അതിനുശേഷം ടെമ്പിൾ ബ്രദേഴ്സിൻ്റെ തന്നെ അഗ്നിപ്രളയത്തിൽ EAG അഭിനയിച്ചു. അതിനുശേഷം മുരളി നേരത്തെ പറഞ്ഞ പോലെ നെന്മണികളിൽ അഭിനയിച്ചു, ടെമ്പിൾ ബ്രദേഴ്സിൻ്റെ ബറാബസിൽ അഭിനയിച്ചു. അങ്ങനെ നിരവധി നാടകങ്ങളിൽ EAG അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഒരുപാട് കലാസന്ധികൾക്ക് നാടകം ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ 80-ൽ പയ്യന്നൂർ ഡ്രമാറ്റിക്ക എന്ന് പറയുന്ന പയ്യന്നൂരിലെ തിരക്കേടില്ലാതെ അഭിനേതാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് സുരാസുവിൻ്റെ വിശ്വരൂപം എന്ന് പറയുന്ന നാടകം ചെയ്യും. അപ്പോൾ ആ സമയത്തെ വിശ്വരൂപത്തിൽ EAG അഭിനയിച്ചിരുന്നില്ല ആദ്യം. പിന്നെ ഇടക്കാലത്ത് ഉണ്ണി സഖാവിന് പോയപ്പോഴാണ് EAG ഡോക്ടറായിട്ട് അഭിനയിക്കുന്നത്. പക്ഷേ EAG അതിൻ്റെ സംഘാടകൻ എന്ന നിലയിൽ ഏറ്റവും മുന്നിൽ പ്രവർത്തിച്ചു. അതിനുശേഷം ഞങ്ങൾ ചെയ്ത താളവട്ടം, അതിൽ EAG അഭിനയിച്ചു. പിന്നെ മൂന്നാമത് ഞങ്ങൾ ചെയ്ത രാഗം ശുഭവന്തപുരാളിയിലെ ആനക്കാരനാണ് EAGയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രം എന്ന് പറഞ്ഞ് ഓരോ സ്റ്റേജിലും മോണാക്ട് പോലെ EAG അതിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കാറുണ്ട്. ഏത് മീറ്റിങ്ങിൽ EAG പങ്കെടുത്താലും EAG സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ രാഗം ശുഭവന്തപുരാളിയിലെ ആനക്കാരൻ കുഞ്ഞിരാമൻ നായരായിട്ട് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് EAG അത് കാണിക്കും. അപ്പം അങ്ങനെയൊക്കെ നാടകരംഗത്ത് സജീവമായി നിൽക്കുമ്പോൾ തന്നെ പയ്യന്നൂർ അമ്പലത്തിൻ്റെ അടുത്ത് 2 തവണ സ്വന്തം ചെലവിൽ നാടക മത്സരം സംഘടിപ്പിച്ച ഒരാളാണ് EAG. അന്നൊക്കെ മംഗലാപുരം പോയി കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടും. അതുപോലെ എവിടെ ആരോട് ചോദിച്ചാലും EAG എന്ന് പറയുന്ന ഒരാൾക്ക് കാശ് കിട്ടും. അങ്ങനെ 2 പ്രാവശ്യം സ്വന്തം ചെലവിൽ അവിടെ നാടക മത്സരം സംഘടിപ്പിച്ചു. 2ാമത്തെ പ്രാവശ്യം സമ്മാനം കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് സമ്മാനം കിട്ടിയ ടീമോട് ഞാൻ സ്റ്റേജിൽ വെച്ചൊരു കവർ തരും, പക്ഷെ അതിൻ്റെ പൈസ ഞാൻ പിന്നീട് എത്തിക്കും എന്ന് പറഞ്ഞിട്ട് നാടക മത്സരം നടത്തിയ ഒരാളാണ്. സ്വന്തം ചെലവിൽ സ്വന്തമായിട്ട് മാത്രം നടത്തിയ ഒരാൾ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ പിന്നെ നേരത്തെ മുരളി പറഞ്ഞതുപോലെ EAGയുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളും EAG നമ്മോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളും EAGയോട് പറഞ്ഞിട്ടുണ്ട്. ഈ അവസാന നിമിഷത്തിൽ പോലും EAGയെ ഡോക്ടറെ കാണിക്കാൻ ഞാനും മുരളിയാണ് ആ കൊറോണ കാലത്ത് മംഗലാപുരത്ത് കൊണ്ടുവരുന്നത്. പക്ഷെ അത് അത്ര ഈസി ആയിട്ടാണ് EAG എന്നല്ല ഞങ്ങളും കൈകാര്യം ചെയ്തത്. കാരണം മുറുക്കമുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഒരു രോഗമായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ഈ കഴിഞ്ഞ വർഷം ഒരു മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോഴേക്ക് ഇരിക്കുന്ന EAG ഇങ്ങനെ കൈ ഇങ്ങനെ തുള്ളിക്കൊണ്ടേയിരിക്കും. പിന്നെ അത് ഭയങ്കര തുള്ളൽ, മൊത്തം കൈ, പിന്നെ കഴുത്തടക്കം. അങ്ങനെ വരുമ്പോഴാണ് EAGക്ക് ഒരു അസുഖമായി എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ കിടന്നാൽ ഇതുണ്ടാവില്ല, ഇരുന്നാൽ അതുപോലെ നടക്കുമ്പോൾ ഇത് വളരെ കൂടുതലായിട്ടില്ല. സൈക്കിളെടുത്ത് പോകുമ്പോഴും അപ്പോൾ ഞങ്ങളെല്ലാ ദിവസവും പോകും, അന്വേഷിക്കും, വരും. ഇതിനിടയിലാണ് EAGയുടെ മകൻ്റെ ഒരു അസുഖം എന്ന് പറയുന്നത്. അതിപ്പം അവൻ്റെ തകരാറ് കൊണ്ട് ഉണ്ടായതാണെങ്കിൽ പോലും ഇത് അനുഭവിക്കുന്ന മുഴുവൻ EAGയാണ്. EAGയുടെ അതായത് ഈ അസുഖത്തിന് പുറമെ മാനസികമായി ഈ തളർച്ച കൂടി വന്നപ്പോൾ EAG പിന്നീട് സംസാരിക്കാറില്ല എന്നില്ല.
ഒരു 3-4 മാസമായിട്ട് EAG സംസാരിക്കാറില്ല. അപ്പം സംസാരിക്കാറില്ല എന്ന് ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലായത് കാപ്പാട്ട് കളിയാട്ടം നടക്കുമ്പോൾ മോഹൻ കുപ്ലേരി ആദ്യ ദിവസം പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ വന്നു. അപ്പോൾ മോഹൻ കുപ്ലേരി പറഞ്ഞു EAG നിന്ന് കാണും. അങ്ങനെ ഞാനും മോഹൻ കുപ്ലേരും കൂടി EAGയുടെ വീട്ടിൽ പോയിട്ട് മോഹൻ കുപ്ലേരി എന്ത് ചോദിച്ചിട്ടും EAG മറുപടി പറയുന്നില്ല. ഞാൻ ചോദിച്ചിട്ടും മറുപടി പറയുന്നില്ല. വെറും മൂളൽ മാത്രം. ആ മൂളലാണ് പിന്നീട് ഒരുപാട് കാലം മൂളലല്ലാതെ വേറെ ഒന്നുമില്ല. ദേഷ്യം വരും. ഈ EAG നേരെ ഗേറ്റ് വരെ നടക്കും. ഗേറ്റ് വരെ നടക്കുമ്പോൾ അപ്പുറത്തേക്ക് കിടക്കേണ്ട വെച്ച് ആരെങ്കിലും മോളോ അല്ലെങ്കിൽ ഭാര്യയോ കൈപിടിക്കാൻ പോയാൽ അവരെ അപ്പം തന്നെ തള്ളിയിടും. അത്രയൊക്കെ വീട്ടിലുള്ള ഒരു പ്രയാസങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒന്നും മിണ്ടില്ല. തിരിച്ച് വീട്ടും കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയാൽ അവിടെ കിടക്കും. പിന്നെ വീണ്ടും എഴുന്നേൽക്കും. ഇതേപോലെ പോകാനിടണം. ഇത് ഒരുപാട് തവണ പോയി കണ്ട് പിന്നെ EAG സംസാരിച്ച ഒറ്റ ദിവസം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഈ സംഗീതനാട അക്കാദമി കലാകാരന്മാർക്ക് ഈ ഇൻഷുറൻസ് കാർഡ് വിതരണം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ EAG ഇതിനയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ EAGക്ക് ഇൻഷുറൻസ് കാർഡ് പാസ്സായിട്ട് അവർ വിളിച്ചു പറഞ്ഞു, ഇവിടുന്ന് പോകാൻ EAGക്ക് പറ്റില്ല, മോളും പോകാൻ പറ്റുന്നൊരവസ്ഥയല്ല. അപ്പം ഞാൻ ഇവിടുന്ന് EAGയുടെ സമ്മതപത്രവും വാങ്ങിയിട്ട് നേരെ അവിടെ പോയി കാർഡും വാങ്ങി വന്ന് കാർഡ് കൊടുക്കും. ഓ അത് കിട്ടിയല്ലേ, ഒറ്റ ഡയലോഗാണ്. അതിന് ശേഷവും വേണ്ടിയിട്ടില്ല. എത്ര മാസം മുമ്പ് അത്? ഇല്ല, 2 മാസം മുമ്പ്. അതിന് ശേഷവും വേണ്ടിയില്ല, അതിന് മുമ്പേ വേണ്ടിയിട്ടില്ല. പിന്നെയും ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായി. പക്ഷെ അത് കിട്ടിയിട്ടും EAGക്ക് അതുകൊണ്ട് കാര്യം ഉണ്ടായില്ല. കാരണം ഈ ഇൻഷൂർ കാർഡൊക്കെ തോട്ടടയിലെ ഒരു ഹോസ്പിറ്റല്, നീലേശ്വരത്തെ ഒരു ഹോസ്പിറ്റല്, ഗുരുവായൂർ ഒരു ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൊണ്ടുപോയാൽ ചികിത്സിക്കാൻ പറ്റുക. ഇവിടെയൊന്നും EAGക്ക് കൊണ്ടുപോയി ചികിത്സിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളതാണ് ഈ കലാകാരന്മാർക്കൊക്കെ കിട്ടുന്ന ഇൻഷുറൻസ് കാർഡൊക്കെ അങ്ങനെയാണ്. നേരെ മറിച്ച് ഈ കാർഡുകൾ ഏത് ഹോസ്പിറ്റലിലും ഉപയോഗിക്കാവുന്ന കാർഡുകളല്ല സപ്ലൈ ചെയ്യുന്നത്. അതും വല്ലാത്തൊരു വിഷം പിന്നീട് ഉണ്ടായി. ഇത് കഴിഞ്ഞിട്ടും EAGക്ക് ആ കാർഡ് കൊണ്ട് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് ചെയ്തു എന്ന് മാത്രം. ഒരു കാര്യം ഞാൻ ഇതിലാ പറയുന്നത് വെച്ചാൽ, നമ്മളെ കലാകാരന്മാർക്ക്, നിങ്ങൾക്ക് എല്ലാവരും ഇങ്ങോട്ട് വാ, നമ്മുടെ കലാകാരന്മാർക്ക്, നാടക പ്രവർത്തകന്മാർക്ക്, കലാകാരന്മാർക്ക് പിന്നെ അവർ പിന്നെ കലാപ്രവർത്തനം നടക്കുന്ന സമയത്ത് അംഗീകാരങ്ങളൊന്നും തന്നെ, അവാർഡുകളോ അംഗീകാരങ്ങളോ ഔദ്യോഗികമായ അംഗീകാരങ്ങളോ ഒന്നും പലപ്പോഴും ലഭിക്കാറില്ല. അതൊന്നും ലഭിക്കാത്ത പലരുമാണ്. മനോരമയിൽ സിനിമയിൽ ഇത് കിട്ടിയ ഒരാളാണ് MT അന്നൂർ. അത് സിനിമയായി വന്നപ്പോൾ നാടകം നമ്മളെപ്പോഴും വളരെ അഭിമാനത്തോടുകൂടി രാഷ്ട്രീയ നേതൃത്വങ്ങളും ഭരണ നേതൃത്വങ്ങൾ, നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ പറയാറുണ്ട്, നാടകങ്ങളിലൂടെ ഉഴുതുമറിച്ച ഒരു നവോത്ഥാനം ഉണ്ടാക്കിയ ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം. അതുകൊണ്ട് നാടക പ്രവർത്തകരെ ഒരിക്കലും മറക്കാൻ വേണ്ടി കഴിയില്ല എന്നൊക്കെ നമ്മൾ വളരെ ബഡായി ആയിട്ട് വലിയ രീതിയിൽ വലിയ പറയാറുണ്ട്. എന്നാൽ ആ അർത്ഥത്തിൽ ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞ വേദികളിൽ, തെരുവ് നാടകങ്ങളിൽ, പ്രൊഫഷണൽ നാടകങ്ങളിൽ, അമേച്ചർ നാടകങ്ങളിൽ എന്ന് പറഞ്ഞാൽ പയ്യന്നൂരിന്റെ അഭിമാന സ്തംഭങ്ങളായിട്ട് ഉയർന്നു നിന്ന 4 പ്രമുഖ കലാകാരന്മാരുടെ മുമ്പിലാണ് പച്ചപിടിച്ച് നിൽക്കുന്നത്. അതിലൊരാളാണ് മരിച്ചുപോയ EAGയെ ശരിയായ രീതിയിൽ നമ്മൾ ഓർത്തെടുക്കണം. ഒരു ചരമകോളത്തിൽ EA ഗംഗാധരൻ എന്ന് പറഞ്ഞ EAG മരിച്ചു, അയാളൊരു നാടക പ്രവർത്തകനായിരുന്നു എന്ന് മാത്രം അനുസ്മരിച്ചുകൊണ്ട് ഒരു ചരമകോളത്തിൽ ഒടുങ്ങേണ്ടവരല്ല നമ്മുടെ നാട്ടിലെ, പിന്നെ നമ്മളെ രസിപ്പിക്കുകയും നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്ത നാടക സാംസ്കാരിക പ്രവർത്തകന്മാർ എന്നുള്ള ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പച്ചവെളിച്ചം ഇങ്ങനെയുള്ള ഒരു ലൈവുമായിട്ട് നമ്മുടെ ഗാന്ധി പാർക്കിൽ ഗാന്ധിജിയുടെ മുന്നിൽ വെച്ചിട്ട്, പ്രതിമയുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. ഈ നാടക പ്രവർത്തകരെ നമ്മൾ ശരിയായ രീതിയിൽ നമ്മളെ പിന്നെ സമൂഹം അംഗീകരിക്കുന്നുണ്ടോ, അവർക്ക് അവാർഡ് നൽകുന്നുണ്ടോ, അവരെ അംഗീകരിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ മരണശേഷം അവരെ ആ രീതിയിൽ ഓർത്തെടുക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യം, ഒരു സംശയം ഒരു മാധ്യമ പ്രവർത്തനം എന്ന രീതിയിൽ പച്ചവെളിച്ചത്തിനുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാൻ? ആർക്കും വേണം പറയാനെ കുറിച്ച്? ആയിക്കോട്ടെ, പണിയാന്ന് ആയിക്കോട്ടെ. മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു നാടക പ്രവർത്തകനായി മാറിയത് ഏതെങ്കിലും അവാർഡുകൾ പ്രതീക്ഷിച്ചോ, റിവാർഡുകൾ പ്രതീക്ഷിച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ അംഗീകാരം പ്രതീക്ഷിച്ചോ അല്ല. ഏതെങ്കിലും വ്യവസ്ഥാപിത സ്ഥാപനങ്ങളുടെ അംഗീകാരങ്ങൾ പ്രതീക്ഷിച്ചോ അല്ല നാടക പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. ഞാൻ നടത്തിയ നാടക പ്രവർത്തനങ്ങളിലെ ഫലം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ജനങ്ങൾ എന്നെ അംഗീകരിക്കുന്നുണ്ട്. ഞാൻ എവിടെ പോയാലും KP കൃഷ്ണൻ എന്ന ഒരു നാടകക്കാരനെ എനിക്കറിയാം. ഞാൻ ജീവിച്ച മറ്റു മാർഗങ്ങളിൽ ഒരു സർക്കാർ ജീവനക്കാരനായോ അല്ലെങ്കിൽ ഒരു വീട്ടുതൊഴിലാളിയായോ മാത്രം ജീവിച്ചിരുന്ന ആളാണ് ഞാനെങ്കിൽ എന്നാൽ ഇതുപോലെ അറിയപ്പെടില്ല. മാത്രമല്ല, നാടകം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമ്മൾ നാടകം ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയാണ്. ഓരോ നാടക നടനും വേണ്ടിയാണ് എല്ലാ നാടകക്കാരും ചെയ്യുന്നത്.
അതിൽ ഒരു നാടക നടൻ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നാടക മത്സരങ്ങളിലും മറ്റും ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. രാജീവൻ ചോദിച്ച മാതിരിയുള്ള അവാർഡുകൾ ചിലപ്പോൾ കിട്ടിയിട്ടില്ല. അത് പിന്നെ ഈ നമ്മുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ളതാണ് അത്തരം അവാർഡുകൾ എന്ന വിശ്വാസക്കാരനല്ല ഞാൻ. അതിനോട് ആഗ്രഹിക്കുന്നുമില്ല. ആഗ്രഹിക്കുന്ന വെച്ചാൽ തന്നാൽ വേണ്ടാതെന്ന് പറയില്ല, പക്ഷേ അത് മാത്രമാണ് ജീവിതത്തിൻ്റെ പരമമായ ഇത് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതിന് പിന്നിൽ പല ചരടുവലികളും പല ശുപാർശകളും പല മാനദണ്ഡങ്ങളും ഒക്കെ ഉണ്ടാവും. അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നില്ല, നാടക പ്രവർത്തനത്തെയും ബാധിക്കുന്നില്ല. ഇനിയും നാടക പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കും. നാടകം കളിക്കും കൂടിച്ചേർക്കാനുണ്ടോ? രാജകുമാർ ചോദിച്ചതുപോലെ അത് ഈ അവാർഡ് എന്ന് പറയുന്നത് ഈ എല്ലാ അവാർഡും കുറ്റമറ്റതാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പല അവാർഡുകളുടെ പുറകിലും ചരട് വലിയുണ്ട്, അതിൽ സ്വാധീനങ്ങളുണ്ട്. രാഷ്ട്രീയമായും മറ്റല്ലാതെയുമുള്ള മറ്റ് പല സ്വാധീനങ്ങളും അതിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് അവാർഡ് അതുകൊണ്ട് പൂർണ്ണമായി നമ്മൾ അങ്ങനെ അത് തൃപ്തികരമാണ് എന്ന് എന്നെ സംബന്ധിച്ച് പറയാൻ വേണ്ടി പറ്റൂല. പിന്നെ EAGയെ പറ്റി നേരത്തെ പറഞ്ഞല്ലോ, EAG എല്ലാത്തിനെയും അപ്പടി പ്രതികരിക്കുന്ന ഒരു സ്വഭാവ വിശേഷമുള്ള ഒരു ധീരനായ ഒരു മനുഷ്യനാണ് അയാൾ. രാഷ്ട്രീയമായും സാംസ്കാരികമായും സാമുദായികമായും എല്ലാത്തിനും ഉടനടി പ്രതികരിക്കും. അത് എൻ്റെ കാര്യത്തിൽ തന്നെ ചില കാര്യത്തിൽ അയാൾ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമ്മൾ അകന്ന് ജീവിച്ചിട്ടുമുണ്ട് കുറച്ച് കാലത്തേക്കെങ്കിലും. അപ്പോൾ ആ രീതിയിൽ നല്ല പ്രതികരണശേഷിയുള്ള ഒരു വ്യക്തിയാണ് EAG. അയാൾ ഇടയ്ക്ക് പത്രത്തിൽ എഴുതാറുണ്ട്, ചില കുറിപ്പുകൾ പത്രത്തിൽ എഴുതാറുണ്ട്, എല്ലാ പ്രശ്നത്തെക്കുറിച്ചും. അപ്പം നല്ലൊരു കലാകാരനായിരുന്നു EAG. ഈ അവാർഡിനെ സംബന്ധിച്ച് സാറ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ് ഞാനിപ്പോൾ. സാറല്ല രാജീവൻ, ഒരു സാറുമില്ല. നിങ്ങളെല്ലാം കണ്ടിട്ടാണ്, അത് എഡിറ്റ് ചെയ്യാൻ ലൈവാണ്, ഒരു സാറുമില്ല ഇവിടെ. ഈ KP കൃഷ്ണൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ എനിക്ക് പറയാനുള്ളത്, അതായത് നാടക രംഗത്തേക്ക് വരുമ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല വരുന്നത്. ഈ നമ്മുടെ സർഗപ്രതിഭ എന്ന രീതിയിൽ മറ്റുള്ളവരെ കാണിക്കുക, അതിന്റെ അംഗീകാരങ്ങളൊക്കെ കിട്ടുകയും ചെയ്തു. ഇപ്പൊ രാജീവൻ പറഞ്ഞതുപോലെ മരിച്ചു പോകുമ്പോൾ ഇത് അവിടെ തീരുന്നു എന്നതാണ് ഇപ്പൊ ഏറ്റവും വലിയ ഖേദകരം. എന്റെ തന്നെ വേമ്പു എന്ന് പറയുന്ന എന്റെ ഗുരുനാഥൻ, അയാളുടെ പേരിൽ ഞങ്ങളവിടെ ഒരു വായനശാലയെങ്കിലും ഉണ്ടാക്കിയത് കൊണ്ട് എല്ലാ കൊല്ലവും വാർഷികത്തിന് വേമ്പുവിനെ കുറിച്ച് 2 വാക്കെങ്കിലും പറയും. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും പുതിയതായി വരുന്ന ആർക്കും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവരെവിടെയും രേഖപ്പെടുത്തപ്പെടും. അല്ല, അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയാം, ഞാനുണ്ടല്ലോ ഈ EAG മരിച്ച സമയത്ത് നമ്മൾ സാധാരണ ടിപ്പിക്കലായിട്ടുള്ള വാർത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ പത്രങ്ങളിലും അതുപോലെ തന്നെ ചാനലുകളിലൊക്കെ കൊടുക്കല് EAG എന്ന EA ഗംഗാധരൻ ഇത്ര വയസ്സ് മരിച്ചു, അദ്ദേഹം ഒരു മുൻ നാടക പ്രവർത്തകനാണ്, ഭാര്യ ഇന്നാള്, മക്കള് ഇന്നാള് എന്ന് പറഞ്ഞിട്ട് അതൊരു ഫോട്ടോ കൊടുക്കല്, ഒരു കാർഡടിക്കലാണ് സംഭവം. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ ഒരാളെ കുറിച്ചിട്ടും ഒരു കാര്യങ്ങൾ ശേഖരിച്ച് വെക്കാത്തൊരു, ഞാൻ എത്ര ആളെ വിളിച്ചു, ഞാൻ MD അന്നൂരിനെ വിളിച്ചു, MDനെ ഞാൻ വിളിച്ചില്ലേ ഇത് വാർത്തയിൽ ഒരു കുറിപ്പ്, എനിക്കറിയില്ല. എനിക്ക് അദ്ദേഹം നാടക പ്രവർത്തകനാണെന്ന് അറിയാമെന്നല്ലാതെ അദ്ദേഹം പിന്നെ ഏതൊക്കെ നാടകങ്ങൾ അഭിനയിച്ചു, എന്താണ് അയാൾ അനൗൺസ്മെന്റ് കേട്ടിട്ടുണ്ട്, അതെല്ലാം എനിക്കറിയാം. പക്ഷെ അത് ഇയാൾ ഏത് നാടകത്തിൽ അഭിനയിച്ചു എന്താണെന്ന് അറിയില്ല. അത് നിങ്ങളെ ആൾക്കാർ ഇപ്പം മുരളിയേട്ടൻ ഏത് നാടകത്തിൽ അഭിനയിച്ചു, KP കൃഷ്ണേട്ടൻ ഏത് നാടകത്തിൽ അഭിനയിച്ചു, MD ഏതൊക്കെ നാടകം സംവിധാനം ചെയ്തു, KC കൃഷ്ണൻ ഏട്ടൻ ഏതൊക്കെ നാടകങ്ങൾ കളിച്ചു എന്നതിനെ കുറിച്ചിട്ട് എന്തറിവാണ് ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർക്കുള്ളത് എന്ന വലിയൊരു കാര്യമില്ലേ, വലിയ ചർച്ചയില്ലേ, അതിലെന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക്? അത് പറ്റ വഴിയേ ഉള്ളൂ. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, എന്റെ നാടക ജീവിത നാടകവും എഴുതാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, എഴുതി വെക്കേണ്ടി വരും. MTയുടെ ഒക്കെ സഹായത്തോടു കൂടി ഈ പയ്യന്നൂരിലെ മിക്കവാറും നാടക പ്രവർത്തകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് പയ്യന്നൂർ നാടക ചരിത്രം അറിയാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമം ഞാൻ നടത്താം. പിന്നെ വേറൊരു കാര്യം, ഞാൻ പേഴ്സണലായിട്ട് പറയുമ്പോൾ എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നാടക അഭിനയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് എനിക്ക് പ്രൊഫഷണൽ നാടകത്തിൽ ഒരുപാട് പിടികൾ വന്നിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്യാനോ അഭിനയിക്കാനോ ഒക്കെ നല്ല കാലത്ത് ഞാൻ പോയിട്ടില്ല. കാരണം എൻ്റെ താല്പര്യം ഈ പിന്നെ സർക്കസുകാരെ പോലെ നാടകം കളിച്ച് സർക്കസ് ജീവിതം പോലെ തന്നെ പ്രൊഫഷണൽ നാടക ജീവിതവും ജീവിച്ച് അതിൻ്റെ പൈസ വാങ്ങി ജീവിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം എനിക്ക് ജീവിതത്തിൽ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. എനിക്കിഷ്ടപ്പെട്ട നാടകം ഞാൻ സ്വതന്ത്രമായി ജീവിക്കും, സ്വതന്ത്രമായി ജോലി ചെയ്യും. നാടകം എൻ്റെ ഒരു വരുമാന മാർഗ്ഗമായി ഞാൻ ഒരിക്കലും സ്വീകരിച്ചിരുന്നില്ല. അതിന് മറ്റൊരു ഉദാഹരണമാണ്, ഇപ്പോൾ രാജീവൻ ഇതിനടുത്തൊരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണേട്ടൻ്റെ തെരുവ് നാടകങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ട് വെച്ചാൽ ഒരു ഘട്ടത്തിൽ അത് 80-ന് ശേഷം 82-ന് ശേഷം തെരുവ് നാടകങ്ങളിൽ ആണ് എന്റെ ശ്രദ്ധ ഏറ്റവും അധികം ഉണ്ടായിരുന്നത്. KCയും KPയും രണ്ടാള്. അതെ അതെ, ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ താല്പര്യം അതായിരുന്നു, ഈ നാടകം പൊരുതുന്ന ഒരു സമൂഹത്തിന് വേണ്ടി നാടകം കളിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷെ അത് നാടക ചരിത്രത്തിൽ എവിടെയും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അത് ഞങ്ങൾ ചെയ്ത കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തികച്ചും അത് പിന്നെ
സാർത്ഥകമായി എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അല്ല ഞാൻ പിന്നെ ഒന്ന് പറഞ്ഞു ഒറ്റ കാര്യം കൂടെ പറഞ്ഞോ പറയാം. പറഞ്ഞോ അത് നിർത്തിയൊന്നും വേണ്ട, നമുക്ക് തുടരാം. നമുക്ക് ഈ നാടക പ്രവർത്തകരെ പിന്നീട് ഓർക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. സത്യമാണ്. മിക്കവാറും നമ്മളെക്കാളൊക്കെ ഏറ്റവും പ്രഗത്ഭന്മാരായ നാടകക്കാർ മരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ 1-2 കൊല്ലം അവരെക്കുറിച്ച് ഒരു വാർഷികം നടത്തും, ഒരു പ്രഭാഷണം നടത്തും എന്നല്ലാതെ പിന്നീട് അവർ ഓർക്കാതേ ഇല്ല. നാടക ചരിത്രത്തിൽ അവരുണ്ടാകാറില്ല. പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 2 ലക്ഷം രൂപ ഞാൻ ഒരു ട്രസ്റ്റിന് ഏൽപ്പിച്ചിട്ട് എല്ലാ വർഷവും എൻ്റെ പേരിൽ ഒരു നാടക നടന് ഒരു അവാർഡ് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ മരണത്തിലേക്ക് കടന്നു പോകും. അടിപൊളി തീരുമാനമാണ്. അപ്പൊ അതിനൊരു സഹകരണം നിങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നാലും എന്നെ ഓർക്കൂ. മറ്റാരും ഒരാൾ ഓർക്കൂല, ഒരാൾക്ക് ഓർക്കാൻ വിശ്വാസം ബോധ്യമുണ്ടല്ലോ. പൂർണ്ണ ബോധ്യം. പക്ഷെ ഞാനിപ്പോ അത് തീരുമാനിച്ചിട്ടുണ്ട്, അത് ചെയ്യും. അല്ല ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പൊ നാടക ഒന്നുകൂടെ പറയണേ. നേരത്തെ EAGയെ കുറിച്ച് KP കൃഷ്ണൻ പറഞ്ഞൊരു പരാമർശമാണ്. അതായത് EAGക്ക് ശബ്ദഗുണമുണ്ട്, EAG കാണാൻ നല്ല ആളായ്മയുണ്ട്. ഇവിടെയുള്ള ആരെക്കാളും നന്നായി പ്രൊഫഷണൽ നാടകത്തിൽ വിലസാവുന്ന ഒരാളാണ്. പക്ഷെ EAGയുടെ വീട് വിട്ടിട്ട് ഒരു 3 ദിവസത്തിലധികം എവിടെയും താമസിക്കാൻ പറ്റില്ല. ഇപ്പൊ സിനിമക്ക് തന്നെ മെയിൻ റോള് കൊടുക്കാൻ പറഞ്ഞാലും 3 ദിവസം കഴിഞ്ഞാൽ EAGക്ക് വീട്ടിലെത്താം. അങ്ങനെ വീട്ടുകാർക്ക് വേണ്ടി മാത്രം ശരിക്കും ഒരു പ്രൊഫഷണൽ നടനാവേണ്ടവൻ വീട്ടിലെ കാര്യങ്ങൾ കൊണ്ട് മാത്രം മാറ്റിവെച്ചതാണ്. അതുകൂടി നമ്മൾ ഈ കൂട്ടത്തിൽ പറയേണ്ടതാണ്. പിന്നെ നിനക്ക് പലപ്പോഴും തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ MT അന്നൂരിനെ നമുക്കറിയാം. അതുപോലെ KP കൃഷ്ണേട്ടൻ, KC കൃഷ്ണേട്ടനൊക്കെ ഞാൻ തെരുവ് നാടകങ്ങളിലൊക്കെ കണ്ടു, അതുപോലെ നമ്മുടെ നാട്ടിൽ. പക്ഷെ അത്രത്തോളം ആ രീതിയിൽ ആഘോഷിക്കപ്പെടാത്ത ഒരാളാണ് എന്റെ മുന്നിൽ മുരളീദാസ് കേളോത്ത് അല്ലേ. മുരളീദാസ് വളരെ പ്രമുഖനായ നാടക നടനാണ്. ആ മേഖലയിൽ വലിയ സംഭാവന നൽകിയ ഒരാളാണ്. പക്ഷേ എന്നെപ്പോലുള്ള ആൾക്കാർ, ഞാൻ ഇഷ്ടംപോലെ തെരുവ് നാടകങ്ങളും നാടകങ്ങളും കണ്ട അങ്ങനെയുള്ള ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ കുറേ ആൾക്കാരുടെ എന്ന് പറഞ്ഞാലേ, നിങ്ങൾ വളരെ പ്രഗത്ഭനായ ഒരു നാടക മേഖലയ്ക്ക് സംഭാവന നൽകിയ ആളാണ്. ആ അർത്ഥത്തിൽ KC കൃഷ്ണാട്ടൻ, KP കൃഷ്ണാട്ടൻ, MT അന്നൂര് പോലെ മുരളീദാസ് കേളോത്ത് ആ രീതിയിൽ അടയാളപ്പെടുത്താൻ വേണ്ടി പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? ഒരു ചോദ്യമാണ് എൻ്റെ. രാജീവൻ പറഞ്ഞത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇത് ഈ നിൽക്കുന്ന 3 പേരും എന്നെക്കാൾ എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരാണ് ഈ 3 പേര്. അവരുടെ കാലത്താണ് അവരോടൊപ്പം ഞാനും ഈ നാടകരംഗത്ത് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയത്. നേരത്തെ അവാർഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അത് ഈ 3 പേര് പറഞ്ഞു തന്നെയാണ് എൻ്റെയും ഒരു അഭിപ്രായം. നമ്മളൊക്കെ ഒരുപാട് മത്സരവേദികളിൽ നാടകം കൊണ്ടുപോവുകയും അവതരിപ്പിക്കുകയും ചെയ്തു. ഒട്ടനവധി അവാർഡുകൾ നടൻ്റെ പേരിലായാലും സംവിധായകൻ്റെ പേരിലായാലും ഞാൻ കൊണ്ടുപോകുന്ന ട്രൂപ്പിൻ്റെ പേരിലായാലും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ചിലപ്പോൾ എല്ലാവരെയും അറിയിക്കാൻ ഒരിക്കലും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഇന്നിപ്പോൾ നമ്മോടൊപ്പം ഇല്ലാത്ത BC ശേഖർ, ചന്ദ്രശേഖരൻ വൈദ്യർ, BC ശേഖർ എന്നറിയപ്പെടുന്ന ചന്ദ്രശേഖരൻ വൈദ്യർ, അതേപോലെ തന്നെ PG അന്നൂർ എന്നറിയപ്പെടുന്ന ഗോവിന്ദ മാസ്റ്റർ, ഇവരുടെയൊക്കെ നാടകങ്ങൾ കുട്ടിക്കാലത്തെ ഞാൻ കാണാറുണ്ട്. പ്രത്യേകിച്ചും കാഞ്ചന സീത, കാക്കപ്പൊന്ന്, കരിഞ്ഞ മണ്ണ്, ഇതൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ വൈദ്യരും ഗോവിന്ദ മാഷൊക്കെ അവതരിപ്പിച്ച നാടകങ്ങളാണ്. ആ നാടകങ്ങളൊക്കെ കണ്ട് അവരുടെ അഭിനയ ചാതുര്യമൊക്കെ രസിച്ചുകൊണ്ടാണ് ഒരു നാടകത്തിൽ അഭിനയിക്കണം എന്നുള്ള മോഹം ഉണ്ടാകുന്നത്. എൻ്റെ ആദ്യ നാടകം എന്ന് പറയുന്നത് 10 വയസ്സിലാണ്, അക്ഷയപാത്രം. അതൊരു ബാലനടനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് നാടകങ്ങളുണ്ട്, ഒട്ടനവധി നാടകങ്ങൾ. പക്ഷേ വലിയൊരു പരസ്യത്തിലേക്കൊന്നും ഞാൻ എന്നും കണ്ടുവച്ചിട്ടില്ല. ഞാനൊരു അഹമ്മദി പറയുന്നത് എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അല്ല, ഞാൻ നേരെ ചോദിച്ചാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങളൊരു നാടക മേഖലയിൽ സജീവ സാന്നിധ്യമാണ്. പക്ഷെ ആ അർത്ഥത്തിൽ KC, KP അതുപോലെ തന്നെ MT എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കേട്ടിട്ടില്ല. അത് എൻ്റെ കേൾവി കുറവാണോ, എൻ്റെ കാഴ്ചപ്പാടിൻ്റെ കുറവാണോ, പ്രശ്നമാണോ എനിക്കറിയില്ല. അതുകൊണ്ട് ചോദിച്ചു. അല്ലാതെ നിങ്ങളുടെ പ്രതിഭയെ ആ രീതിയിൽ തന്നെ ആൾക്കാർ, നാടക പ്രവർത്തകർക്ക് അറിയാം കേട്ടോ, അതിലൊരു തർക്കമൊന്നുമില്ല. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ ഇന്നത്തെ നാടക പ്രവർത്തകന്മാരെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ നാടക അമേച്വർ അതുപോലെ തന്നെ പ്രൊഫഷണൽ
അതുപോലെ തന്നെ തെരുവ് നാടകം, ഏകാംഗ നാടകം, അങ്ങനെയുള്ള ഒരു നാടക പ്രവർത്തകര്, നിങ്ങളുടെ ഒരു പാരമ്പര്യം അതേപോലെ നിലനിർത്തുന്ന രീതിയിലുള്ള നാടക പിന്നെ നടന്മാര്, സംവിധായകര്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു തലമുറയാണ് ഇന്ന് എന്ന് അവരെ കുറിച്ച് എന്താണ് അഭിപ്രായം നിങ്ങൾക്ക്? സ്വാഭാവികമായിട്ടും പഴയ ആൾക്കാർ പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പോഴൊക്കെ എന്ത് നാടകം, അതൊക്കെ പണ്ടല്ലേ. ഒരിക്കലും അത് ശരിയല്ല. പുതിയ നാടക പ്രവർത്തകരെ കുറിച്ച് നമുക്ക് പരമാവധി നല്ല ബോധ്യമുണ്ട്. അവർ നല്ല നാടകങ്ങൾ, ഞങ്ങളുടെ കാലത്ത് കളിച്ചതിനേക്കാൾ ഏറ്റവും നല്ല നാടകങ്ങൾ അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ നാടകങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. നാടകത്തിലെ പരീക്ഷണങ്ങൾ ഒരുപാട് മുന്നേറുന്നുണ്ട്. അവരെക്കുറിച്ച് ശുഭപ്രതീക്ഷ തന്നെയാണുള്ളത്. പക്ഷേ അതിൽ വേറൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ സമൂഹം മാറുന്നതിനനുസരിച്ചിട്ട് അത് പഴയ മനുഷ്യരുടെ പുതിയ പഴയ ജീവിതമല്ല പുതിയത്, അവരുടെ പഴയ ടേസ്റ്റല്ല പുതിയ ടേസ്റ്റ്. അതനുസരിച്ചുള്ള ചില വ്യത്യാസങ്ങൾ പുതിയ നാടകക്കാരിലേക്ക് ഒരുപാട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു ദുഃഖകരമായ ഒരു അവസ്ഥയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം കൂടെ നിർത്താൻ മതി. എന്ന് വെച്ചാൽ നമ്മളെ ഈ നാടകങ്ങളെ വളരെ ഗൗരവത്തോടുകൂടി, നാടകങ്ങളെ, സാംസ്കാരിക പ്രവർത്തനങ്ങളെ വളരെ ഗൗരവത്തോടുകൂടി കാണുന്ന ഒരു സമൂഹം ഇന്നുണ്ടോ? കുറവാണ്. അതാണ് പറയേണ്ടത്. അതായത് പുതിയ കാലഘട്ടത്തിൽ പുതിയ യുവാക്കൾക്ക് ആർക്കും ഇതുപോലെ നാടകങ്ങൾ കളിക്കണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ചിന്തയില്ല. അവർക്ക് ഇവിടുന്ന് വിട്ടാൽ നേരെ സിനിമ കിട്ടിയാൽ പിന്നെയും ചെയ്യാമെന്നല്ലാതെ മറ്റ് ഇതിനോടൊരു താല്പര്യമില്ല. അവർ സമയം ചെലവഴിക്കുന്നത് കൂടുതലും ആരെയും കുറ്റപ്പെടുത്തുകയല്ല, മയക്കുമരുന്നുകളിൽ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഇന്നത്തെ യുവത്വം കാരണം അവർക്ക് ഉടനെ പ്രതിഫലം കിട്ടണം. നമ്മൾ ഇത്രയും കാലം നാടകം കളിച്ചിട്ടും നമുക്ക് എന്ത് കിട്ടി എന്നത് പേരും പ്രശസ്തിയും മാത്രമാണ്. ജീവിതം വളരെ മോശമാണ്. പക്ഷേ അവർക്ക് അങ്ങനെയല്ല. ഇന്നൊരു നാടകം കളിച്ചാൽ ഒന്നുകിൽ ആ നാടകം കളിച്ചും കണ്ടമാനം പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി മെനക്കെടാൻ നമ്മൾ തയ്യാറല്ല എന്നാണ്. പുതിയ തലമുറ ഇതുപോലെ റിസ്ക് എടുത്ത് ഒരു കാരണവശാലും കലാരംഗത്തേക്ക് വരുന്നില്ല. അല്ല, നിങ്ങളിപ്പോൾ നാടകം കളിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ കുറച്ചധികമായി നാടകം കളിക്കാം. എന്തുകൊണ്ടാണ് കളിക്കുക? നിങ്ങൾ നാലാളും കൂടെ ഒരു നാടകം ഒന്ന് ഒരു ഇറക്കറങ്ങൾ എന്താണ് എന്താ നാടകം കളിക്കുള്ള ചോദിച്ചു. ആ, ഒരു 15 വർഷം ഞാൻ നാടകത്തിൽ വിട്ടുവന്നിരുന്നു. നാടകത്തിനും ജീവിതത്തിൽ നിന്നും വിട്ടുവന്നിരുന്നു. പൊതുപ്രവർത്തനത്തിൽ നിന്ന് എല്ലാത്തിനും മാറിയിരുന്നു. അത് പ്രത്യേക ആവശ്യമായിരുന്നു. ഇപ്പോ ഞാൻ വീണ്ടും നാടകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ 3 നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് കറുത്തമ്മ, തകഴിയുടെ ഒരു കറുത്തമ്മയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നാടകം, അത് അഭിനയിച്ചിട്ടുണ്ട്. രണ്ടാമത് തീമാട്, സംഘം പയ്യന്നൂരിന്റെ അക്കാദമി സഹായത്തോട് കളിച്ച നാടകത്തിന്റെ അതിലും ഒരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് പരിണാമ സിദ്ധാന്തം, കെ.യു. മണിയുടെ പരിണാമ സിദ്ധാന്തം. ഈ 3 നാടകത്തിൽ കഴിഞ്ഞ വർഷം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഈ വർഷം ഒരു 3-4 നാടകത്തിൽ കൂടി അഭിനയിക്കും. പിന്നെ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ സംഗീത നാടക അക്കാദമി ഇപ്പോൾ അവര് ചില ആൾക്കാർക്കൊക്കെ അവാർഡും എന്തെങ്കിലും കൊടുത്തിനല്ല, അതില് നിങ്ങൾ പെട്ടു ആരെങ്കിലും? സംഗീത അല്ല, നിങ്ങൾ ആരും പറ്റിയിട്ടില്ല. പക്ഷേ നമ്മുടെ പയ്യന്നൂർ ഡ്രമാറ്റിക്കിലെ ഉണ്ണിക്ക് കിട്ടിയിട്ടുണ്ട്, പയ്യന്നൂർ മുരളിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കൂട്ടത്തിലുള്ളവർക്ക് കിട്ടിയില്ല. സംഘം പയ്യന്നൂരിന്റെ പ്രസിഡന്റും ഞങ്ങളുടെ എല്ലാ നാടകങ്ങളുടെയും സംവിധായകനുമായ വി ശശിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടേണ്ട ഒരു അവാർഡാണെങ്കിൽ പോലും അത് ഈ വർഷം കിട്ടിയിട്ടുണ്ട്. അവാർഡുകളെ കുറിച്ചുള്ള ചോദ്യം ഇങ്ങോട്ട് വേണ്ട. നമുക്ക് അവാർഡുകൾക്ക് അപ്പുറമാണ് ജനങ്ങൾ നിങ്ങൾക്ക് അവാർഡ് തന്നിട്ടുണ്ട്. ജനങ്ങൾ അവാർഡിന്റെ പ്രശ്നമല്ല, ജനങ്ങള് നിങ്ങളെ പ്രേക്ഷകര് നമ്മൾ ഓർക്കുന്നുണ്ട്. അതിൽ തൃപ്തനാണ്. മുരളിയേട്ടന് ആ അർത്ഥത്തിൽ നാടക പ്രവർത്തകര് അല്ല പ്രേക്ഷകർ ആ രീതിയിൽ ഓർക്കുന്നുണ്ടെന്നുള്ള തന്നെ മുരളിയേട്ടന് എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. 92 ശേഷം മുരളി അഭിനയിക്കുന്നില്ല. 92 ശേഷം എന്ന് പറഞ്ഞാല് എത്ര വർഷമായി? 10-30 വർഷമായിട്ട് അഭിനയിക്കുന്നില്ല. അപ്പൊ 30 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു 10 വയസ്സിൽ 40 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമാണ് മുരളീദാസ് നടനാണെന്നും ഒരുപാട് നാടകങ്ങൾ കളിച്ചിട്ടുണ്ടെന്നും ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ആർക്കറിയില്ലേ. അപ്പൊ അത് ഇപ്പൊ ഈ പറഞ്ഞവർ കെ.പി. കൃഷ്ണൻ കഴിഞ്ഞ പോലെ അഭിനയിച്ചുകൊണ്ട് മാത്രമാണ്. കെ.സി. കൃഷ്ണനും ഈ അടുത്ത കാലത്തൊന്നും നാടകത്തിൽ അഭിനയിച്ചു. പിന്നെ ഈ ഭാസ്കര പോലെ ഇപ്പൊ പറഞ്ഞ നാടകത്തിലാണ് സിനിമയിൽ ഇപ്പൊ മിന്നന്താരല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോഴേ പുതിയ തലമുറക്ക് നമ്മൾ നാടകക്കാരാണ് എന്ന് അറിയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും രംഗത്ത് വന്നേ പറ്റും. അതാണ് കെ.പി. കൃഷ്ണൻ പിന്നെ തോന്നുകയും വരികയും എനിക്ക് കെ.പി. കൃഷ്ണന്റെ പേരിൽ ഒരു അവാർഡ് തീരുമാനിക്കുകയും ചെയ്തു. ആയിക്കോട്ടെ, അത് നന്നായിട്ടുണ്ട്. എന്നാലും 2 ലക്ഷം റുപ്യ ഡിപ്പോസിറ്റ് അല്ലേ? അത് സംശയമില്ലാതെ ആയിക്കോട്ടെ. പിന്നെ ഞാൻ ജനങ്ങളോട് നാടകത്തോടുകൂടെ താല്പര്യം കൊണ്ടല്ല, എന്നെ ആളുകൾ ഓർമ്മിക്കണം ഇത് വലിയ പ്രതിഷേധമാണ്. ഇത് നിങ്ങൾ പറഞ്ഞത്, എന്റെ ഏട്ടനാ നിങ്ങള് ഇത് പറഞ്ഞത്, കൃഷ്ണേട്ടൻ പറഞ്ഞത്
ഇതൊരു വലിയൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. ധരിക്കാം. കാരണം നിങ്ങൾ അതിന്റെ അനിയനെ പോലെയുള്ള പുതിയ പുതുതലമുറ ഞങ്ങളെ ഓർക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടി നമ്മളൊരു പണിയെടുക്കണ്ടേ? അത് ചെയ്യും. നാടകത്തിൽ അഭിനയിക്കണമെന്ന് ഇപ്പോഴും അഭിനയിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ അതിനൊരു അവസരം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അഭിനയിക്കാത്തത്. ആയിക്കോട്ടെ, എന്നാ പിന്നെ ഒന്നിപ്പോ കൊടുക്കണം. കെ.സി. കൃഷ്ണന്റെയും കെ.പി. കൃഷ്ണന്റെ അഭിനയ ജീവിതത്തിന്റെയും എന്റെ സംവിധാന ജീവിതത്തിന്റെയും 50ാം വാർഷികമാണ് വരാൻ പോകുന്നത്. അത് എപ്പോ നമുക്കത് ആഘോഷിക്കാം? ഈ 24 മുതൽ 25 വരെ അത് നമുക്കൊന്നൊരു സംഘാടന സമിതിയിൽ ആക്കിയിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങാം. കെ.പി. കൃഷ്ണന്റെ ഈ അവാർഡിന് ഒരു പ്രത്യേകത. നമ്മളെ മുന്നിട്ടിറങ്ങാം, നമ്മൾ മുന്നിട്ടിറങ്ങാലോ, നമുക്ക് പച്ച വിളിച്ച് മുന്നിട്ടിറങ്ങാം. നിങ്ങൾ അങ്ങനെ ആഘോഷിക്കാൻ തയ്യാറാണെങ്കിൽ കെ.സിയും എം.ടിയും ഞാനും അഭിനയിച്ചു. മുരളിനെ കൂട്ടില്ല. മുരളി നമ്മളെ ഈ 50 വാർഷികത്തിലില്ല, 50ാം വാർഷികത്തിലില്ല. അതുകൊണ്ട് മുരളിനെ കൂട്ടില്ല. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി ഉദയ സംക്രാന്തി എന്ന നാടകം 3 പേരെ വെച്ചിട്ട് വീണ്ടും ചെയ്യാൻ തയ്യാറാണെന്ന് ഭാസ്കര മാസ്റ്റർ സംസാരിച്ചിട്ടുണ്ട്. മുരളിയേട്ടനിൽ വേഷം ചെയ്തല്ലേ? അല്ല, മുരളി വേണ്ട. ഇത് 50 മാത്രം, 50 3 പേര് മാത്രം. അത് മുരളി നടന്നില്ലാത്തതുകൊണ്ടോ വേണ്ടാത്തതുകൊണ്ടോ അല്ല. ഞങ്ങൾ 3 പേര് കൂടി ഒരു വലിയ പൈസ ഒന്നും ചെലവാവാതെ വെറും ഞങ്ങളുടെ അഭിനയം മാത്രം. നിങ്ങൾ 3 ആള് മാത്രം, വേറെ സപ്പോർട്ടിംഗ് ആക്ടേഴ്സ്. മുരളിദാസിന്റെ റോൾ എം.ടി ചെയ്യും, ഇ.ഐ.ജിയും ഞാൻ ചെയ്യുന്ന റോളും ഡബിളായിട്ട് ഞാൻ ചെയ്യും. നിങ്ങൾ സോഷ്യലിസ്റ്റ് ആയിരുന്നല്ലേ? ചെയ്യാൻ പറ്റും. ആ വേഷം രണ്ടും ഒന്നിച്ച് ചെയ്യുന്നതല്ല. ഒരു വേഷം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു വേഷം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ അങ്ങനെ ചെയ്തിട്ട് അതിന് സമ്മാനമായിരുന്നു, നടന്റെ സമ്മാനമായിരുന്നു. ഈ 2 റോളും ഞാൻ ചെയ്തിരിക്കുന്നു. അപ്പൊ അത് നിങ്ങളൊക്കെ സഹായം ഉണ്ടെങ്കിൽ 50ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി നിങ്ങൾ സ്വാഗത സംഘാക്കുക. നമ്മള് ഉറപ്പല്ലേ? വെറുതെ നമ്മളെ പ്രേക്ഷകരല്ലേ, നമ്മൾ പ്രേക്ഷകർ മുമ്പ് എന്നല്ല പറയാം. നമുക്ക് അങ്ങനെ ചെയ്യാലോ. കാരണം വെച്ചാല് പിന്നെ അത് ചെയ്യേണ്ടതാണ്. നമ്മളെ മുരളിയേട്ടനും കൂടെ കൂട്ടണം എന്നുള്ള അഭിപ്രായം ഉണ്ട് അതില്. ആയിക്കോട്ടെ, വേറെ ഒന്നുമില്ലല്ലോ. അല്ലല്ലേ? എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരാളെ നമ്മളെ ഇ.എ.ജി എന്ന് പറയുന്ന ഒരാള് അങ്ങനെ വിസ്മരിക്കപ്പെടേണ്ടത്. ഇത് വലിയ കാര്യമായിട്ടൊന്നുമല്ല പച്ച വെളിച്ചം കാണുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ പിന്നെ നാടകം കളിച്ച ഈ നാട്ടിലെ പ്രഗത്ഭരായ നാടകകൃത്തുക്കള്, നാടകക്കാര്, നാടക പ്രവർത്തകര് പിന്നെ എങ്ങനെ പിന്നെ ഇ.എ.ജി എന്ന് പറയുന്ന അതുല്യ കലാകാരനെ പിന്നെ ഓർത്തെടുക്കുന്നു എന്ന ഒരു കാര്യം നമ്മുടെ പൊതുസമൂഹത്തോട് പിന്നെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് പച്ച വെളിച്ചം ഗാന്ധി പാർക്കിൽ പിന്നെ ഇവിടെ ഇങ്ങനൊരു ലൈവുമായിട്ട് വന്നിട്ടുള്ളത്. എന്നോട് സഹകരിച്ച നിങ്ങളെല്ലാവരും തിരക്കുള്ളവരാണ്. എന്നോട് സഹകരിച്ച നിങ്ങളോടെല്ലാവരോടുള്ള സ്നേഹം ഞാൻ പങ്കുവെക്കുകയാണ്. ഇത് നമ്മളെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. കുറേ ആൾക്കാർ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്, നല്ല പ്രേക്ഷകർ ഇത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇ.എ.ജിക്കുള്ള ഒരു ട്രിബ്യൂട്ടായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. പച്ചവെളിച്ചത്തിന് വേണ്ടി ഗാന്ധി പാർക്കിൽ നിന്ന് രാജീവൻ പച്ച. ഞങ്ങൾക്ക് വേണ്ടി ആയിക്കോട്ടെ, ഓക്കെ.